അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബറാഅത്ത് നോമ്പ്. ഷഅബാൻ 15 നോമ്പ് നോൽക്കൽ സുന്നത്താണ്. സുന്നത്ത് നോമ്പ് ഖളാ വീട്ടൽ എപ്പോഴാണ്? ആശൂറാ, അറഫ നോമ്പ് പോലുള്ള നഷ്ടപ്പെട്ട സുന്നത്ത് നോമ്പുകൾ ഖളാ വീട്ടൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോമ്പ് നേർച്ചയാക്കിയാൽ ഒരു സ്ത്രീ നിശ്ചിത വർഷത്തിലെ മുഹറം ആദ്യ 10 ദിവസം നോമ്പ് നോൽക്കൽ നേർച്ചയാക്കിയാൽ ആ ദിവസങ്ങളിൽ ഹൈള് നിഫാസ് ആണെങ്കിൽ പിന്നീട് ഖളാ വീട്ടൽ നിർബന്ധമില്ല. ഇന്ന വർഷത്തിലെ മുഹറം എന്ന് നിർണയിച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും മുഹറമിലെ ആദ്യ 10 ദിവസം നോമ്പ് പിടിക്കൽ നിർബന്ധമാണ്. ഏതെങ്കിലും വർഷമോ മാസമോ ആഴ്ചയോ ദിവസമോ നിർണയിച്ചു തീർച്ചയാക്കുന്നതിൻ്റെ വിധി ഇതുതന്നെയാണ്. ഖളാ വീട്ടലും സുന്നത്തും കൂടി കരുതാമോ? അതെ, കരുതാം. വല്ല ദിവസത്തിലും ഫർളിനെയും സുന്നത്തിനെയും കൂടി നോൽക്കാൻ കരുതിയാൽ രണ്ടും ലഭിക്കും. മേൽപ്പറഞ്ഞ നോമ്പ് സുന്നത്തുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ റംസാൻ നോമ്പ് ഖളാ വീട്ടുന്ന പക്ഷം അതോടൊപ്പം മേൽ സുന്നത്തും കൂടി കരുതിയാൽ മതിയാകുന്നതാണ്. രണ്ടിൻ്റെയും പ്രതിഫലം ലഭിക്കും. അപ്പോൾ ഒരാൾ മുഹറം 10 റംസാൻ നോമ്പ് ഖളാ വീട്ടലിനെയും ആശൂറാ നോമ്പ് സുന്നത്ത് നോമ്പിനെയും കൂടി കരുതിയാൽ രണ്ടും ലഭിക്കും. അതൊരു തിങ്കളാഴ്ചയാണെങ്കിൽ അതും കൂടി കരുതാം. എല്ലാം ലഭിക്കും. അപ്രകാരം തന്നെ ഒന്നിലേറെ സുന്നത്തുകളും നിയ്യത്ത് ചെയ്യാം. ഏതു മാസങ്ങളിലാണ് സുന്നത്ത് നോമ്പിനുത്തമം? യഥാക്രമം മുഹറം, റജബ്, ദുൽഹിജ്ജ, ദുൽഖഅദ്, ഷഅബാൻ എന്നിവയാണ് നോമ്പിന് ഏറ്റവും ശ്രേഷ്ഠമായ മാസങ്ങൾ. ഫിത്റു സക്കാത്ത് എന്നാൽ എന്ത്? ശരീരത്തിൻ്റെ സക്കാത്താണത്. ശേഷിയുള്ളവൻ്റെ ഔദാര്യമല്ല സക്കാത്ത്, മറിച്ച് പാവപ്പെട്ട അർഹരുടെ അവകാശമാണ് സക്കാത്ത്. ഹിജ്റ 2-ാം വർഷമാണ് ഫിത്റു സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത്. തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും പെരുന്നാൾ ദിവസത്തെ ഭക്ഷണം, വസ്ത്രം, താമസം തുടങ്ങിയ അത്യാവശ്യ ചെലവുകളും കടങ്ങളും കഴിച്ച് വല്ലതും മിച്ചമുണ്ടെങ്കിൽ ഫിത്റു സക്കാത്ത് നിർബന്ധമാണ്. ഇവ ഒഴിച്ച് ഒന്നും മിച്ചമില്ലാത്തവരുടെ മേൽ ഈ ബാധ്യതയില്ല. ഒരാൾ തന്നെ ബാധ്യസ്ഥനും അവകാശിയുമാകും. തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് നിർബന്ധമാകുന്ന സമയം ചെലവ് കൊടുക്കൽ നിർബന്ധമാണോ എന്നാണ് പരിഗണിക്കേണ്ടത്. നിർബന്ധമായവരുടെയെല്ലാം കൂടി സക്കാത്ത് നൽകാൻ കഴിയാത്തവൻ ആദ്യം സ്വന്തം തടിക്ക് വേണ്ടി നൽകണം. ശേഷം യഥാക്രമം ഭാര്യ, ചെറിയ മക്കൾ, പിതാവ്, മാതാവ്, വലിയ മക്കൾ എന്നിവരുടെ സക്കാത്ത് നൽകണം. മേൽ ക്രമം പരിഹരിക്കേണ്ടതാണ്. ധനമോ ജോലിയോ ഉള്ള വലിയ മക്കളുടെ ചെലവ് പോലെ തന്നെ സക്കാത്ത് പിതാവ് നൽകൽ നിർബന്ധമില്ല. നൽകുകയാണെങ്കിൽ ആ മക്കളുടെ സമ്മതം നിർബന്ധമാണ്. സ്വത്തുള്ള ചെറിയ മക്കളുടെ സക്കാത്ത് കുട്ടികളുടെ സ്വത്തിൽ നിന്ന് കൊടുത്താൽ മതി. പിതാവിൻ്റെ സ്വത്തിൽ നിന്നാവൽ നിർബന്ധമില്ല. എപ്പോൾ നിർബന്ധമാകും? റമളാൻ മാസം അവസാനിക്കുന്ന സൂര്യാസ്തമയത്തോടു കൂടിയാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുക. അഥവാ റമളാൻ്റെ അവസാനത്തെയും ശവ്വാലിൻ്റെ ആദ്യത്തെയും സെക്കൻഡുകൾ ചേർന്ന സമയം. അതിനാൽ സൂര്യാസ്തമയത്തിന് ശേഷം ജനിച്ച കുട്ടിയുടെയോ അസ്തമയത്തിന് ശേഷം താൻ വിവാഹം ചെയ്ത പെണ്ണിൻ്റെയോ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അസ്തമനത്തിന് ശേഷം സംഭവിച്ച വിവാഹമോചനം, മരണം എന്നിവയാൽ അവരെ തൊട്ടുള്ള ഫിത്ർ സക്കാത്ത് ഒഴിവാകുന്നതുമല്ല. എത്ര നൽകണം? ഓരോരുത്തർക്കും വേണ്ടി ഓരോ സ്വാ ഭക്ഷ്യധാന്യവുമാണ് കൊടുക്കേണ്ടത്. 4 മുദ് ആണ് ഒരു സ്വാ. മുദ്ദും സ്വാവും അറബ് നാട്ടിലെ അളവ് പാത്രങ്ങളാണ്. ഒരു മുദ് ഏകദേശം 800 മില്ലി ലിറ്ററാണെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഒരംഗത്തെ തൊട്ട് കൊടുക്കേണ്ടത് ഏകദേശം 3.2 ലിറ്ററാണെന്ന് ഇതിൽ നിന്നും വ്യക്തമായല്ലോ. അളവാണിവിടെ പരിഗണിക്കേണ്ടത്. ഒരേ അളവിലുള്ള വ്യത്യസ്ത അരികൾ പല തൂക്കം ആയേക്കാം. അതിനാൽ ഇത്ര തൂക്കം എന്ന് നിർണയിച്ചു പറഞ്ഞുകൂടാ. 3 കിലോ തൂക്കം ഉണ്ടായാൽ പല അരികളിലും മേൽ അളവുണ്ടാകും എന്ന് അനുമാനിക്കാം.